ഹലോ ഗായ്സ്, അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇന്ന് നീറ്റിൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ് എക്സാം ഉണ്ടായിരുന്ന ദിവസമാണ്. എനിക്കും സിസ്റ്ററിനും ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് 6 മണിക്ക് തന്നെ എണീറ്റ് പ്രിയദർശിനിയിലാണ് പോയത്. ഇപ്പം സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണല്ലോ, പിന്നെ അതല്ലേ സുഖകരം. അപ്പം നമ്മുടെ ബസ് സ്റ്റാൻഡ് ഇതാണ്. ബസ് സ്റ്റാൻഡ് ക്ലോസ് ആയിട്ട് തന്നെയാണ് നമ്മുടെ ഇലക്ട്രിക് ഓഫീസിൻ്റെ എല്ലാം വരുന്നത്, ഇലക്ട്രിക് സപ്ലൈ ഓഫീസും വരുന്നത്. അങ്ങനെ ഞാൻ ലാസ്റ്റിൽ നമ്മൾ പ്രിയദർശിനി പോയി. ഞാൻ ഫസ്റ്റ് ടൈമാണ് പ്രിയദർശിനി പോകുന്നത്. അപ്പോൾ വെയിറ്റിംഗ് ഫോർ ദ ടിക്കറ്റ്, കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോൾ എൻ്റെ ടിക്കറ്റൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങൾ വെഞ്ഞാറമൂട് കണക്ട് ചെയ്താണ് പോയത്. അപ്പം ഇറങ്ങി ബസ്സിൽ നമ്മളെ കുഞ്ഞു കൂടി നമ്മുടെ കൂടെ വരുന്നുണ്ടായിരുന്നു. നമ്മൾ വെയിറ്റ് ചെയ്തു. അപ്പം മാരേജൊക്കെ കഴിഞ്ഞ് കൊല്ലംകാരി ആയതിനു ശേഷം ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ട്രിവാൻഡ്രം അല്ലെങ്കിൽ ഇങ്ങോട്ടൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ത്രില്ലിങ് ആയിരുന്നു. കുറച്ചധികം നാളായിട്ട് ഞാൻ തിരുവനന്തപുരത്തൊക്കെ പോയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലായിരുന്നു. പിന്നെ കുഞ്ഞ് വന്നല്ലോ, ബസ് കുറച്ച് വരാൻ ലേറ്റായി. അപ്പോൾ അതുകൊണ്ടും കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ബസ് കയറാൻ ട്രിവാൻഡ്രത്തോട്ട് പോയിട്ട്. അപ്പോൾ ട്രിവാൻഡ്രത്തിൻ്റെ മെയിൻ ഏരിയ ആണ് നിങ്ങൾ ഈ കാണുന്നത് ഗൈസ്. അപ്പം നമ്മൾ ബസ് ഇറങ്ങിയത് നമ്മൾ ബേക്കറി ജംഗ്ഷനിലാണ് കേട്ടോ ബസ് ഇറങ്ങിയത്. ഡ്യൂട്ടി ഉള്ളത് വഴുതക്കാട് കോട്ടൺ സ്കൂൾ വെച്ചിട്ടായിരുന്നു എനിക്ക് എക്സാം ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. നമ്മൾ കറക്റ്റ് റിപ്പോർട്ടിംഗ് ടൈം 8:30 തന്നെ അവിടെ എത്തി. ഇത് സ്കൂളിൻ്റെ ആകണം കേട്ടോ. നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഡ്യൂട്ടിക്ക് കയറിയത്. ഇടയ്ക്ക് കൂടി നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തന്നെ ഫുഡ് കഴിക്കുന്നത്. ഇതാണ് നമ്മുടെ യൂണിഫോമും ID കാർഡും ഒക്കെ. ഇതാണ് നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സ്. ഇതിനിടെയുള്ള പ്രോസസ്സുകളൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്ത പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ചെയ്തിട്ടില്ല. ഇത് സ്കൂളിൻ്റെ ഗാർഡൻ ഏരിയ ആണ്. ഇത് സ്കൂളിൻ്റെ ബാക്ക് സൈഡിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. വലുതായിട്ട് നമുക്ക് ഫുഡും കാര്യങ്ങളൊന്നും അവർ അറേഞ്ച് തന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വിശന്നു. അതായത് നമുക്ക് വെള്ളം മാത്രം അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഉച്ചവരെ. അപ്പം നമുക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് അവിടെ ഫേസ് ചെയ്യേണ്ടി വന്നു ശരിക്കും. ഇടയ്ക്ക് വെച്ച് ഒരു ഊണാണ്ട് കിട്ടി എന്നുള്ളത് 4-5 പേര് ചേർന്ന് കഴിക്കുവാണ് ചെയ്തത്. പിന്നെ ഒന്ന് ഈവനിങ് ഒക്കെ ആയപ്പോഴാണ് അവർ ഒരു ടീയും ഒരു സമൂസയൊക്കെ നമുക്ക് വേണ്ടി തന്നത്. സമൂസ എങ്ങനെയുണ്ട് കുഞ്ഞാ? സൂപ്പർ. സമൂസ എങ്ങനെ ഉണ്ടായിരുന്നു കുഞ്ഞയുടെ വർത്തമാനത്തിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇറങ്ങിയത് 5:30 ടൈമിലാണ് ഇറങ്ങിയത്. അപ്പോൾ പുറത്ത് റിപ്പോർട്ടേഴ്സും കാര്യങ്ങളെ കൊണ്ട് മൊത്തം ഹെവി ആൾക്കാരായിരുന്നു അവിടെ. അതുകൊണ്ട് നമുക്ക് അധികം നിൽക്കാൻ പറ്റില്ല. നമ്മളവിടെ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി കുറച്ച് നടന്ന് നമ്മൾ ബേക്കറി ജംഗ്ഷന് താഴെ പോയാണ് നമ്മൾ തിരിച്ച് ബസ് കയറിയത്. കാരണം നമുക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് ബസ് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ തമ്പാനൂർ പോയിട്ട് അവിടെ നിന്നാണ് നെക്സ്റ്റ് സെപ്പറേറ്റായി പോയത്. അവർ വെഞ്ഞാറോട്ടും പോയി, ഞങ്ങൾ ആറ്റിങ്ങലോട്ടുമാണ് ബസ് കയറിയത്. ഒറ്റ ബസ് കയറി പോകുമെന്നും പറഞ്ഞ് വന്ന നമുക്ക് അവസാനം 2 ബസ് കയറേണ്ടി വന്നു. പ്രിയദർശിനി ഒരു ചെറിയ പണി തന്നൊന്ന് പറയാം. അവസാനം ബസ് വന്നു, ഞങ്ങൾ ആറ്റിങ്ങൽ ബസ്സിലും കയറി. ഞാൻ കുറച്ചധികം നാളായിട്ട് ട്രിവാൻഡ്രം സൈഡ് ഒന്നും പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിറച്ച് എക്സൈറ്റ്മെൻ്റ് ആയിട്ട് തന്നെ ഞാൻ ഇരിപ്പുണ്ടായിരുന്നു കുറച്ചധികം നേരം. പിന്നെ നമ്മളിനി കാണാൻ പോകുന്നത് സെക്രട്ടേറിയറ്റാണ്. നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ തന്നെ തലസ്ഥാന നഗരിയുടെ അഭിമാനമായ സെക്രട്ടേറിയറ്റാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടത്. പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജ്, ഇത് ചെറിയ ബ്രാഞ്ചാണ് കേട്ടോ യൂണിവേഴ്സിറ്റിയുടെ. പിന്നെ അവിടുത്തെ മെയിൻ ചർച്ച്, പിന്നെ നമ്മുടെ സ്റ്റേഡിയം, ഇതെല്ലാം കുറച്ചധികം നാൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നതും കാണുന്നതും ഒക്കെ തന്നെ. ഈ റൂട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, മ്യൂസിയം ആണ് ആ സൈഡിലോട്ട് വരുന്നത്. അപ്പം ഒരുവിധം ചെറിയ ചെറിയ വ്യൂസൊക്കെ നമ്മൾ കണ്ടു. പിന്നെ അധികം ടൈമൊന്നും നമുക്ക് കിട്ടിയില്ല അങ്ങോട്ടും പോകാനൊന്നും. അപ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ബസ് കയറി വരുവാണ് ചെയ്തത്. ആറ്റിങ്ങിൽ നമ്മളൊരു 7:30 ആയപ്പോൾ തന്നെ നമ്മൾ എത്തി. പിന്നെ അവിടെ നിന്ന് നമുക്ക് കുറച്ച് ഡിസ്റ്റൻസിലുണ്ട് നമ്മളെ വീട്ടിലോട്ട് പോകാനായിട്ട്. അപ്പം പിന്നെ അത്യാവശ്യം നല്ല ടയേർഡും ആയിരുന്നു. ഇപ്പോൾ വീട്ടിൽ പോയാൽ മതിയും പറഞ്ഞാൽ ഞങ്ങൾ ഇരുന്നത് ബസ്സിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.